അത് UDF-ൻ്റെ യോഗം ചേർന്നു. KPCC-യുടെ ക്യാമ്പ് ബത്തേരിയിൽ 4-5 തീയതികളിലുണ്ട്. ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. UDF വലിയ വിജയം നേടുകയാണ്. പക്ഷേ തൃശ്ശൂർ നഗരസഭയിൽ പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നൊക്കെയാണ് ഒരു ആരോപണം UDF കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ KPCC-യുടെ ആലോചനയോട് കൂടിയിട്ടല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് തൃശ്ശൂരിൽ? അല്ലല്ല, എല്ലാം അവിടെ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. തൃശ്ശൂരിലെ പ്രാദേശികമായിട്ട് ഒന്നും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഈ മിനിമോഡിലേക്ക് പേരെത്തിയത് എന്നുള്ളൊരു ആക്ഷേപമാണ് പറയുന്നത്. ഒക്കെ DCC പ്രസിഡന്റ് ഉത്തരം പറയും. പറഞ്ഞത് വലിയ രീതിയിലുള്ള അച്ചടക്ക ലംഘനമല്ലേ? അത് ഗൗരവത്തിൽ തന്നെ കാണും. മറ്റൊരു വിഷയം ചോദിക്കുക.